ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ മുഖത്തിൻ്റെ ഭംഗിയും തിളക്കൊക്കെ നിലനിർത്താൻ ചെറുപ്പം നിലനിർത്താനൊക്കെ നമ്മൾ പല കെമിക്കൽസ് യൂസ് ചെയ്യും. എന്നാൽ അതൊന്നും ആവശ്യമില്ല. വെയിലൊക്കെ കൊണ്ട് മുഖത്തിനുണ്ടാകുന്ന ഡാമേജസ് കരിവാളിപ്പൊക്കെ മാറ്റാൻ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ളൊരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ മാസ്ക് തയ്യാറാക്കുന്ന മാസ്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒരു സിമ്പിൾ ടെക്നിക്ക്. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് അരി എടുക്കുക, നല്ലപോലെ ഒന്ന് കഴുകുക. ഒറ്റ പ്രാവശ്യം കഴുകിയാൽ മതി. കഴുകിയിട്ട് ആ വെള്ളം മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഈ 1/4 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 3 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു 1-2 ദിവസം ഇത് മാറ്റി വെക്കണം, ഇതൊന്ന് പുളിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ഒരു വെള്ള കളറിൽ വന്നിട്ടുണ്ട്. ആ അരിയുടെ എല്ലാ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കളറാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട്. ചെറിയൊരു പുളിമണം ഉണ്ടാവും കേട്ടോ, ചെറുതല്ല, നല്ലൊരു പുളിമണം ഉണ്ടാവും. ഇനി നമ്മളൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾ 2 ദിവസം വെള്ളത്തിൽ അരി ഇട്ട് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ അരി കുതിർത്തതിന് ശേഷം നമ്മൾ ആ വെള്ളം അരിച്ചെടുത്തിട്ട് അതൊരു 2 ദിവസം പുളിപ്പിക്കാൻ വെച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ അരി തന്നെ ഇട്ടിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റൈസ് വാട്ടർ നമ്മളെ മുഖത്തിന് നല്ലതാണ്. സ്കിന്നിൻ്റെ ഡ്രൈനെസ് കുറക്കാനും പിന്നെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ. സ്കിന്നിൻ്റെ കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നുണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ അത് കുറയുമ്പോഴാണ് നമുക്ക് ചുളിവുകളും ഇങ്ങനെ സ്കിൻ തൂങ്ങാനൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവുന്നത്. അപ്പോൾ എന്നാൽ ഇതെല്ലാം പരിഹരിക്കുന്നത് ഏകദേശമൊക്കെ ഈ റൈസ് വാട്ടർ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖം നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം മുഖത്തേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങാം. വേണമെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ ഇത് ഒരു ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും, പിന്നെ ചെറിയൊരു അലർജി ഉണ്ടോ നമ്മളൊന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മുഖത്തേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച ചെയ്യണം കേട്ടോ. ഒരാഴ്ച ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴുകിക്കളയരുതേ. രാത്രി അപ്ലൈ ചെയ്തിട്ട് അത് അവിടെ തന്നെ ഉണങ്ങാൻ വേണ്ടി വെക്കുക, രാവിലെ കഴുകിക്കളയാം. പിന്നെ ഇത് നമ്മൾ മുഖത്ത് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ഹെയറിലേക്ക് നല്ലൊരു ഹെയർ മാസ്കും കൂടിയാണ്. പിന്നെ ഇത് നന്നായി തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് തല കഴുകിക്കളയാം. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ